എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എവിടേക്കാ പോണേ? ഞങ്ങള് കപ്പയും ബോട്ടിങ് കഴിക്കാം. ഇതാരാന്ന് മനസ്സിലായോ? ഇനി പിടിക്കാണ്ടു. അപ്പൊ ഞാൻ പേര് ജിൻസ് എന്നാട്ടോ. പിന്നെ ഇങ്ങനെ ഇനി പിടിക്കാണ്ടു എന്നൊക്കെ പറയുള്ളൂ. ഞങ്ങളുടെ രണ്ടാളെ പേരും ജിൻസ് തന്നെയാണ്. അതെ. അപ്പൊ ഞാനും ഇങ്ങനെ കുറെ ആയി നമുക്ക് പാപ്പളശ്ശേരി ബോട്ടിങ് കപ്പയും കഴിക്കാൻ പോകാന്ന് പറയുന്നു. അപ്പൊ ഇന്നാണ് ആ ദിവസം വന്നെത്തിയത്. ഞങ്ങൾക്ക് ഇന്നാണ് ഒരു സാഹചര്യം കിട്ടിയത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ അടിപൊളി എന്നൊക്കെ പറയുന്നു. എന്താ സത്യാവസ്ഥ നമുക്ക് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഞാനൊരു 4-5 വട്ടം പോയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ ഞാനത് ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നൈസാണ്. അപ്പൊ ഞങ്ങള് വരുന്ന വഴിക്ക് എണ്ണയൊക്കെ അടിച്ചു. അപ്പൊ നമ്മള് മീനങ്ങാടിന്ന് മൂന്നാനക്കുഴി വഴിക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ സ്ഥലത്ത് ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ. ഇവൻ പോയിട്ടുണ്ട്. ഇവൻ എന്നെ കൂട്ടിക്കൊണ്ട് പോണ ബോട്ടിക്ക് എങ്ങാനും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലും പറയാൻ പോകുന്നു. ഞാനിവനെ നിർബന്ധിച്ചു കൊണ്ടുവന്ന്. അപ്പൊ എന്നാ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പോണ വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നല്ല മനോഹരമായ റൂട്ടൊക്കെയാ. ഇവിടെയൊക്കെ ടാറിങ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള. അതുമല്ല ചെറിയൊരു മഴ ചാറ്റിയിട്ടുണ്ട്. മഴ ചാറ്റിയിട്ടുണ്ട്. പക്ഷെ മഴ നേരത്തെ എത്തുന്നു പറഞ്ഞിട്ട് ആകെ ഒരു 4 ദിവസം മഴ കണ്ടുള്ളൂ. ഈ ഏരിയയിൽ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഈ കാണുന്നത്. ഈ വയലും എങ്ങനെയുണ്ട്? ഇത് അടിപൊളി സ്ഥലം കേട്ടോ അല്ലേ? ഞാൻ കാണിച്ചു തരാവേ. അടിപൊളിയല്ലേ? ഈ സൈഡിൽ കൂടെ നോക്കിയിട്ട് ഏതാ അല്ലേ വയല്. ഇവിടെ ഞാറൊക്കെ നട്ട് കഴിയുമ്പോ വരണം. ഇവിടെല്ലാം ശരിക്കും ഫുള്ള് ആ ഒരു പച്ച കളറായിട്ട് നിൽക്കുന്നത്. അപ്പൊ വരണം. അപ്പൊ അന്നേരം പൊളിയാ. അവിടെ കണ്ടോ ഇതിന് മേലെ ഒറ്റൊരു വീടുള്ളൂ. എന്ത് ഭംഗിയ വീട് കാണാൻ നോക്കി കണ്ടോ അല്ലേ? അത് പൊളിച്ചൂലേ. പിന്നെ വാഴത്തോട്ടവും കവുങ്ങത്തോട്ടൊക്കെ തന്നെ. അങ്ങനെ ഇരുടായി വരുന്നുണ്ട് ഇപ്പൊ സമയം. അപ്പൊ നമ്മള് ബൈക്കിനൊന്നും വരാത്ത നന്നായില്ലേ? ബൈക്കിന് വന്നതിന് പെട്ടുപോയനെ. അത് ശരിയാട്ടോ. ഞങ്ങൾ സ്കൂട്ടിയിൽ വരാൻ വേണ്ടി ഇരുന്നേട്ടോ. ഇവിടെ മഴ പെയ്തു. അപ്പം 6:30 അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് സ്കൂട്ടിയിൽ പോകണ്ട, കാർ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സ്കൂട്ടിയിൽ വരാണെങ്കിൽ ഫുള്ള് നനഞ്ഞു വിളിച്ചാനേ. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു മഴ പെയ്ത് പോയേ ഉള്ളൂ അല്ലേ? നമ്മുടെ അങ്ങോട്ട് ഒരുക്കത്തെ വെയിലും. നമ്മുടെ അവിടെ ഭയങ്കര വെയിലും. ഇവിടെ എല്ലായിടത്തും ഫ്ലെക്സ് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ അതാണല്ലോ കുറച്ച് ദിവസം. നീ ഏതാ ടീം? ഞാന് ശരിക്കും അർജന്റീനയാണ് ഞാൻ ഫാൻസ്. പക്ഷെ എനിക്ക് ഇഷ്ടം അല്ല പോർച്ചുഗൽ കപ്പടിയെന്നാണ് എന്റെ ആഗ്രഹം. എന്താ വെച്ചാല് ഇവരൊക്കെ വിരമിക്കാൻ പോലെ ക്രിസ്ത്യാനോ കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. മെസ്സി അടിച്ചിട്ടുണ്ട്, ബ്രസീൽ അടിച്ചിട്ടുണ്ട്, ഫ്രാൻസ് അടിച്ചു, ക്രിസ്ത്യാനോ മാത്രം. അതൊരു സങ്കടം. അപ്പൊ അവൻ അടിക്കട്ടെ. അപ്പൊ ഈ കൊല്ലം ഞാൻ പറയുന്ന പോർച്ചുഗൽ അടിക്കുന്ന. നീയോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആരടിച്ചാലും നമ്മളങ്ങനെ കാണില്ലടാ. ആണോ? ഞാൻ ഇന്നലെ കണ്ടായിരുന്നോ? ഇന്നലെ കണ്ടു. മിനിയാന്ന് ഫ്രാൻസിന്റെ കളിയുണ്ട്. ഇവിടെ 7 ഗോള്. 7 അല്ലേ? നല്ല അടിപൊളി. എന്റെ വഴി നോക്ക്. അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു റൂട്ടാട്ടോ ഈ റൂട്ടല്ലേ? റൂട്ട്. എടാ ഇവിടേക്കൊക്കെ നല്ല മഴ പെയ്തുണ്ടാ. ഇതാ ആ ചേട്ടൻ എന്താ ആലോചിച്ചിരിക്കുക. വലിയൊരു ബസ്സില് നമ്മളങ്ങനെ ഇവിടെ ഒരു സ്ഥലപ്പേര് പറയില്ല. സ്ഥലപ്പേരിന്റെ പേര് ഞാൻ പറഞ്ഞു പോയടാ. ഈ പശുവിന് കൊടുക്കുന്ന പുല്ലല്ലേ? ഏതാ ഭംഗിയില്ലേ? അമ്പലത്തിന്റെ സ്ഥലമായിരുന്നു മൊത്തം. അവിടെ ഫുള്ള് പുല്ലാണ്. ഇത് എത്ര ഏക്കറുണ്ടെന്ന് നോക്കി. അത് ശരിയാട്ടോ. അവിടെ അത്ര അമ്പലം. ആ കാണുന്ന അമ്പലം. എന്റെ ഇത് എത്ര ഏക്കർ കാണും? ഒരു 10-20 ഏക്കർ കാണില്ലേ ഇത്? ഇത് കാണാൻ തോന്നൂല. കുന്നുപോലൊക്കെ കിടക്കുകയാണ്. കൊള്ളാം, നൈസിലെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പശുവിന് പുല്ലൊക്കെ വാങ്ങിക്കാട്ടോ. എത്ര? കെട്ടിന് എത്രയാണോ അറിയില്ല. അതല്ല നൈസിലെ. അത് ശരിയാട്ടോ. അവിടുന്ന് തുടങ്ങിയതാ. അവിടുന്ന് തുടങ്ങി അങ്ങ് വരെയുണ്ട്. ഇവിടെ ഒരു പെട്ടിക്കടയൊക്കെ തുടങ്ങിയിട്ടാ. കപ്പ, കഞ്ഞി, മീൻകറി. ഇത് അങ്ങോട്ട് നോക്കിയതാ മണിക്കുന്നുമല കാണുന്നുണ്ടോ? വാവ്. എടാ ചെമ്പ്രയൊക്കെ അടിപൊളി കേട്ടോ. നല്ല വ്യൂ ആണ്. കാണിച്ചു തരാമേ. നൈസ്. ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. നീ ഇറങ്ങുന്നില്ലേ? അപ്പൊ ഞാൻ മെല്ലെ നിങ്ങടെ ഇറങ്ങിട്ടോ. അപ്പൊ ഇവിടെയൊക്കെ പുല്ല് അരിഞ്ഞു കൊടുത്തു കേട്ടോ. ഇത് അരിഞ്ഞു കൊടുക്കുന്നതാണ്. നോക്കിയ ചെമ്പ്ര. ഇനി ഇവർ അടുത്ത് നടും. സ്പ്രിംഗ്ലറൊക്കെ എന്തോരാ ഫിറ്റ് ചെയ്തേക്കണ നോക്കിയേ. ചെമ്പ്രമല കാണാൻ എന്താ ഭംഗിയില്ലേ? വാവ്. നോക്കിയേ മണിക്കുന്നുമലയൊക്കെയാണ്. ഞാനിതിന് പിന്നെ മണിക്കുന്നുമലേൻ്റെ മേലെ പോയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാ. അതിൻ്റെ മേലൊക്കെ നല്ല പച്ചപ്പാ.
നമ്മൾ തിരിച്ച് പോവാം, വണ്ടിയിലോട്ട് കയറാം കേട്ടോ. രാത്രി 10 മണി വരെ ഉണ്ട് കേട്ടോ അവിടെ ബോട്ടിംഗ് കപ്പയൊക്കെ. ഈ വണ്ടി കണ്ടിട്ടുണ്ടോ? ഇതുകൊണ്ടാണ് ഇവൻ എന്നെ ഗോവയിലോട്ടും മറ്റേ ഇവിടേക്കൊക്കെ പോയത്. ലോറി വരുന്നുണ്ടേ, ഉണ്ടോ? ആഹാ, നൈസ്. നാഗാലാൻഡൊക്കെ പോയിട്ട് ഇവൻ ഇത് വണ്ടി കൊണ്ട് സമ്മതിക്കണല്ലേ, ഇവനും വൈഫും കൊച്ചും കൂടി. നാഗാലാൻഡ് മാത്രല്ല, ഞങ്ങള് ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന യാത്ര എങ്ങോട്ടാണെന്നറിയോ? എങ്ങോട്ടാ? നാനോ കാറും കൊണ്ട് നേപ്പാളിലെ നേപ്പാള്. പിന്നെ നീ ബെൽറ്റ് ഇടത്തില്ല. പിന്നെ ഇവിടെ കയറി നമ്മുടെ ഉംലിംഗ്ല പാസ് അറിയോ? അത് ഞങ്ങൾ കയറുന്നോളം വരെ അതായിരുന്നു ലോകത്തിലെ ഹയസ്റ്റ് മോട്ടോറബിൾ പാസ്. ആണോ? അത് കഴിഞ്ഞ് ഇപ്പൊ അത് 2ാം സ്ഥാനത്തേക്ക് മാറി. ചെറിയ എന്തോ ഒരു ഇതിന്റെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനമായി. ആണോ? 19,000 അത്ര അടിയാണ് ഉംലിംഗ്ല പാസ് വരുന്നത്. അതിലിപ്പോ 400 അടിയാണ് കൂട്ടിയിട്ട് അടുത്ത സ്ഥലം പുതിയത് കണ്ടുപിടിച്ചു. ആണോ? നീ ആള് സംഭവം കേട്ടോ. അപ്പാട്, നമ്മളിങ്ങനെ അപ്പാടെ സ്ഥാനമായിട്ടോ. ഇപ്പോഴാണ് സ്ഥലപ്പേര് കിട്ടിയത്. അപ്പാടെ ഇവിടെ ചെറിയൊരു ടൗൺ ആണ്. ഇവിടുന്ന് ലെഫ്റ്റിക്ക് പോയാൽ എങ്ങോട്ടാ പോവാം. നമുക്ക് പോകേണ്ട റൂട്ടല്ലല്ലോ. നമുക്ക് കൊണ്ട് നേരെ പോകണ്ടേ. ഇവിടെയും കുറച്ച് ബ്രസീലിന്റെ കൊടി കാണാനോ അല്ലേ? ഇതാണ് ടൗൺ. കുറച്ച് ചേട്ടന്മാരൊക്കെ നടന്നു പോകണോ നോക്കിയേ. ആ, അത് ശരിയാ. വാ, ഇതുണ്ടോ? വയനാടിന്റെ ഭംഗിയാണെങ്കിൽ വയനാട്ടിൽ വരണം. നൈസായിരിക്കും. മറ്റേ ഇതില് പറയുന്നല്ലോ, വാവ് അമേസിങ്. വാവ് അമേസിങ്. എടാ റൂട്ട് എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? 2 സൈഡും പുല്ല് തന്നെ. പശുവിന് കൊടുക്കാനുള്ള പുല്ല് തന്നെ മൊത്തം ഈ റൂട്ട്. ഈ മഴയും കൂടി നല്ല പച്ചപ്പായി. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് കണ്ട് ലെഫ്റ്റിക്കാണ് പോകേണ്ടത്. അങ്ങനെ ആദ്യമായിട്ട് അവിടെ വരുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് അല്ലെങ്കിലും അങ്ങനെ എത്ര പ്രാവശ്യം പോയാലും വഴി അറിയില്ല. ഞാനൊരു 4-5 വട്ടം പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പണ്ട് ആ കട പെട്ടിക്കടയായിരുന്നു പോയതാ പണ്ട്. പിന്നെ അവിടെ കടയൊക്കെ ഇത്തിരി വലുതാക്കി, ഇപ്പൊ സെറ്റാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളെ ബോട്ടിക്ക് ചാണകത്തിന്റെ ഒരു ചുവയൊന്നും ഇല്ലടാ. ആ, എന്തായാലും കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാം. കഴിച്ചു നോക്കിയിട്ട് നീ അഭിപ്രായം പറയണം. എന്നിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പൊ നമ്മളങ്ങനെ ജംഗ്ഷന്റെ അവിടെ എത്തിട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ബീനാച്ചിന്ന് വരുന്ന വഴി. ആ, അത് ബീനാച്ചിന്ന് വരുന്ന വഴിയാണ്. ഇവിടുന്ന് ലെഫ്റ്റിക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നേരെ വിട്ട് കഴിഞ്ഞാല് മാനന്തവാടി, കണ്ണൂര്, ആ ഇരിട്ടി, എല്ലായിടത്തേക്കും പോവാം. ഏകദേശം ഇരുട്ടി തുടങ്ങി. എടാ, ആദ്യം ഇതിലൊക്കെ നമ്മൾ പൊളിഞ്ഞ റോഡായിരുന്നു അറിയോ പണ്ട്. ആ, ചാടി മാനന്തവാടി എത്തുമ്പോഴെങ്കിലും നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോകണ്ടേ. ഒരു മൂന്നാനക്കുഴി ചെറിയൊരു ടൗൺ ഉണ്ട്, അവിടെ റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ആ, ഇവിടെ ഒരുപാട് ബോട്ടിക്കടയൊക്കെ ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് പോരാ. ഞാൻ അവിടേക്ക് വന്നതാണ്. അവിടെ ഒരു ചെറിയ ചാണാച്ചോവയുണ്ട്. ചില സ്ഥലത്ത് അതാണ് പ്രശ്നം, റെഡിയാവില്ല. ചാണാച്ചോവ ഇല്ലെങ്കിൽ അതിനൊരു ബത്തേരി 4-ാം മൈൽ പാനമരം ചെറിയ ബസ്സാണ് കിട്ടത്. ഇവിടെ നമുക്ക് റൈറ്റിലോട്ടാണ് പോകണ്ടേ. എത്ര ഓട്ടോറിക്ഷയല്ലടാ. ഓട്ടോ ചേട്ടന്മാരെ കാണുമ്പോൾ നോക്ക് ഒരു സുഖം അവരെ കാണുമ്പോൾ. അതെന്താ അങ്ങനെ? അതെന്താ പറയാ, ഞാൻ എവിടെ പോകുമ്പോൾ അവരെ കാണുമ്പോൾ എനിക്കൊരു എടാ നോക്കടാ, ഇതൊക്കെ താമസിക്കുന്ന നോക്കിയേ. വീടാണോ? ആ, വീട്. ആദിവാസി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ആ, ഇതിലെ ഇപ്പൊ നല്ല വഴിയാക്കിടാ. ഇതിലെ ശരിക്കും ഉണ്ടല്ലോ, രാവിലെ ടൈമിൽ രാവിലെ നല്ല കോടയൊക്കെ കയറി അങ്ങനെ വല്ലാത്തൊരു ലുക്കായിരിക്കും. അത് ശരിയാട്ടോ, അടിപൊളിയായിരിക്കും. പണ്ട് ഇതിലേയും പൊളിഞ്ഞ റോഡായിരുന്നു. ഇതിലെ നേരെ പോയി ഇറളത്ത് കയറാം. പുൽപ്പള്ളി ഇറളം. റബ്ബർ തോട്ടം നോക്കിയേ. റബ്ബർ തോട്ടത്തിനുള്ളിലൊരു വീട്. ഇതെന്തൊന്നും മിണ്ടാത്ത? ഞാനോ? ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓടിക്കും. അതാ. ആണോ? അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ. അങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ ഞങ്ങൾ പോയി വരിക. ഞാനും ആൻസിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഫുള്ള് കഥയാണ്. കൊച്ചിങ്ങനെ ബേക്കില് ഇത് ബെഡ് ചെയ്യും, ബേക്കോട്ട് ബെഡ് ഉണ്ട് ശരിയോ, അത് ഊരി വെച്ചേക്കാം. അപ്പൊ ബേക്കിൽ കൊച്ചി കിടന്നുറങ്ങും. പിന്നെ ഞാനും ആൻസിയും ഫുള്ള് കഥയാണ്, ലോകകാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരു മടുപ്പില്ല. ഭാര്യന്റെ ഒക്കെ കൂടെ യാത്ര ചെയ്യുമ്പോഴേ ഒരു മടുപ്പില്ല. ശരിയല്ലേ? നൈസാട്ടോ. അത് നല്ലൊരു വാളവയൽ. വാളവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. കുഞ്ഞാറ്റൻ എന്തെടുക്കുന്ന വീട്ടില്? കുഞ്ഞാറ്റ ഇനിയിപ്പോ എന്താ അറിയോ, അവൾക്ക് 22-ാം തീയതി വരെ ക്ലാസ് ഇല്ല. LKG-ലാട്ടോ പഠിക്കുന്നത്. ഇപ്പൊ ഈ വർഷം ചേർത്തിട്ടുള്ളൂ. LKG-ലായതുകൊണ്ട് അവിടെ ഷിഗല്ലാന്റെ ഒരു പ്രശ്നമുണ്ട്. മാടക്കര ഭാഗം അല്ലേ? കുറെ പേർക്ക് ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് സ്കൂളില്ല. നമുക്ക് ഇവിടുന്ന് റൈറ്റ് വിടാൻ തരുമോ? വേണ്ടല്ലോ.
ഇവിടെ നേരെ വിട്ടാൽ മതി. ഇങ്ങോട്ട് ലെഫ്റ്റ് ആണ് അല്ലേ? ഇതാണ് വാളവയിൽ. ഈ റൈറ്റ് പോയാൽ നമുക്കൊരു ബന്ധുക്കാരുണ്ട്. ആണോ? ചോദിച്ചേ. ആ നല്ല അടിപൊളി മഴ പെയ്യും. സെറ്റ് മഴ. ആക്കും കേട്ട് സ്കൂട്ടറിലെങ്ങാനും വന്നിരുന്ന് പെട്ടേനെ. അത് ശരിയല്ലേ? എങ്ങാനും സ്കൂട്ടിക്കകത്ത് വന്നായിരുന്നു ഈ പെട്ടുപോയേനെ. എടാ നമുക്കൊരു യാത്ര പോകണ്ടേ? നമുക്ക് പോകണം. എവിടേക്കാ പോവാ? എവിടെ വെള്ളം പോവാ? നീ പറഞ്ഞു നമ്മളിപ്പോ പണി ഇതാണല്ലോ. നമ്മുടെ പണി ഇതാണ്. നമുക്ക് ഗോവയ്ക്ക് വിട്ടാലോടാ? ഗോവയ്ക്ക് വിടാം അല്ലേ? ഗോവയാകുമ്പോ നമുക്ക് പെട്ടെന്ന് പോയി വരികയും ചെയ്യാം. പോയി വരാം. ഇതാട്ടോ എക്സ്പ്ലോർ ചെയ്യാം. പാപ്പളശ്ശേരിക്ക് ഓടുന്ന ബസ്സാണ് അത്. നമുക്ക് ഗോവയിൽ നിന്ന് നമുക്ക് വേറെ എവിടേക്കൊക്കെ പോവാം? ഗോവ നമുക്ക് എത്തിക്കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഗോവയിൽ നിന്ന് നമുക്ക് ഞങ്ങൾ ഫസ്റ്റ് പോയ റൂട്ട് അതാ. ഈ ഗോവയിൽ ചെന്ന് ഗോവയിൽ നിന്ന് മഹാരാഷ്ട്ര കയറി. മഹാരാഷ്ട്രക്ക് മഴ പെയ്യുമ്പോ പോണ എന്റെ മോനെ എന്നാ ലുക്ക് എന്നറിയാം. അടിപൊളിയാ, രക്ഷയില്ലാത്ത സ്ഥലം. നൈസ് പ്ലേസാ. അടിപൊളി. അത് ഈ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്ത് അത് ഭയങ്കര വൈബാണ്. ആണല്ലേ? ഗോവയിൽ നിന്ന് പൂനെക്ക് കയറണം. പൂനെക്ക് കയറിയിട്ട് അങ്ങനെ പോകണം. അത് അടിപൊളി റൂട്ടാണ്. നേരെ ഗുജറാത്ത് കയറുക. ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാൻ കയറുക. രാജസ്ഥാനിൽ നിന്ന് ഹരിയാന പഞ്ചാബ് വഴി കാശ്മീർ കയറുക. പൊളി വൈബാണത്. റൂട്ട് അടിപൊളി റൂട്ടാണ്. നമുക്ക് നേപ്പാൾ പിടിച്ചാലോ? എന്നിട്ട് നേപ്പാളും പോകാം അല്ലേ? നേപ്പാള് എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ വണ്ടിയും കൊണ്ട് കയറുമ്പോ നല്ലൊരു പൈസ നമുക്ക് അവിടെ ചെലവാകും. അത് ശരിയാട്ടോ. കുരിശുപള്ളി നോക്കണ മാതാവിന്റെ നല്ല ഭംഗിയുണ്ടല്ലേ? പാപ്പളശ്ശേരി എന്ന് പറഞ്ഞിട്ടാണ്. പാപ്പളശ്ശേരി എത്തിയില്ലേ? ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ പോയി അങ്ങ് പുൽപ്പള്ളി എത്തുമെന്ന്. നമ്മളങ്ങനെ കട എത്തിട്ടോ. എവിടെ? അതാ കാണുന്നത്. അതാ ഇരിക്കുന്നുണ്ടോ? നമ്മളങ്ങനെ ഇതാട്ടോ ബോട്ടി കട. നമുക്ക് അങ്ങോട്ട് തന്നെ വെച്ചാലോ? വണ്ടി അങ്ങോട്ടേക്ക് വെക്കാം. ആൾക്കാർ കഴിക്കാൻ തുടങ്ങിയല്ലേ? ഞങ്ങൾ രണ്ടാളിതാ. ഇത്രയും ദൂരം ഉണ്ടായിരുന്നുള്ളൂ? കുറച്ച് ദൂരമുള്ളൂ. ഈ വഴി ഞാൻ കുറെ പോയത്, ഇതുവരെ ഞാൻ ഇവിടെ കയറി കഴിച്ചിട്ടില്ല. എന്റെ മോനെ ഫെമിനിയിൽ യാത്ര ചെയ്തത്. എന്താണ് യാത്ര ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞേട്ടോ? അല്ല, ഞാൻ ഇതിൽ പോയിട്ടുണ്ട്, പുൽപ്പള്ളിക്ക് പോയിട്ടുണ്ട്. കുറുക്ക് വഴി ചാടി അവിടെ നിന്ന് വരും. ഇത് നല്ല എളുപ്പമല്ലേ? നല്ല വഴിയല്ലേ? അത് നമുക്ക് കടേൻ്റെ ഉള്ളിലോട്ട് പോവാം അല്ലേ? അതെ, കഴിച്ചു. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. എടാ, നീ ഇപ്പൊ തന്നെ ഓടി കയറി പോകാൻ പോവാണോ? ശരിയാ. കൊറേ പേര് അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഷോപ്പിന്റെ ഉൾഭാഗം. കൈ കഴുകണ്ടേ? കൈ കഴുകണം. ചേട്ടേ, പേരെന്താ? മോഹൻ. സുഖം? ചേട്ടൻ്റെ അവിടെ കേട്ടോ. അതിൻ്റെ ഉൾഭാഗമാണ്. അല്ല, സീലിംഗ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നമുക്ക് ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് ഇവനങ്ങോട്ട് വിശ്വാസം ആവുന്നില്ല കേട്ടോ. ഞാനിപ്പം പറയില്ല, വണ്ടി കയറിയിട്ട് പറയും. വണ്ടി കയറിയിട്ട് അവൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ ഏട്ടാ, എവിടെ ഇരുന്നോ? കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളൊന്ന് സീറ്റ് മാറിക്കൊടുക്കാൻ വിചാരിച്ചു. ഞാനവിടെ ചേട്ടൻ അങ്ങോട്ട് കേട്ടോ. ഞങ്ങളങ്ങനെ വന്ന് പുറത്തെത്തിയിട്ട് ഞങ്ങളെ കടയിൽ നിന്ന് ഇറക്കിയിട്ട് ഒന്നുകൊണ്ട് അതുകൊണ്ടൊന്നല്ല കേട്ടോ. കുറച്ച് ഫാമിലി വന്നു. അപ്പോൾ ഞങ്ങളും ചെറുതായി പുറത്തേക്ക് മാറി. അപ്പോൾ ഫുഡ് തരട്ടെ. ഒരു മേശം മൊത്തം നമുക്ക് കിട്ടും. അല്ല, ഈ ഫുൾ മേശ നമുക്കാ. നോക്കിയേ, ഉണ്ടോ? നൈസാട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടതാ. പുറത്തിരുന്ന് കഴിക്കാൻ പറ്റും. റോഡിൽ കൂടെ വണ്ടി പോകുന്ന കണ്ടിരിക്കാം. അങ്ങനെ നമുക്ക് ആംബിയൻസ് കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്. 4 പേരുതാ. സെറ്റാണേ. നമ്മുടെ സാധനം വന്നു കേട്ടോ. കപ്പ വന്നു, പൊട്ടി വന്നു. നീ ഇപ്പം തന്നെ കഴിക്കാൻ പോകണോടാ? അല്ല, നീ എടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? ബോട്ടി വന്നു കേട്ടോ. നൈസ്. കളർ തന്നെ കാണുമ്പോൾ നോക്കടാ അല്ലേ? ആ നാരങ്ങ ഇങ്ങോട്ട് പിഴി. എടാ, നീ നാരങ്ങ പിഴിയുന്നില്ല? ഞാൻ നാരങ്ങ നീ കഴിച്ചിട്ട് അഭിപ്രായം അവൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ട്? നൈസാ? വേറൊരു ഫീലും ഇല്ലല്ലോ? ആണോ? എരിവുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ? ഇവ നേരത്തെ കഴിച്ചു തുടങ്ങിട്ടോ. എന്താ പറയുക, ബോട്ടി ആയിരുന്നു ഞാൻ സമ്മതിക്കില്ല. ബോട്ടി ആയിരുന്നു. ബോട്ടി കഴിച്ചാൽ കഴിക്കില്ല. എന്താ ബോട്ടി ഞാൻ ആദ്യം കഴിച്ചു. ഇനി നൈസ്. നാരങ്ങ പിഴിഞ്ഞിട്ടേ ഇവൻ ആദ്യമായിട്ട് കൊണ്ടുവന്നെങ്കിലും ഇവനിതിലേക്ക് പോയിട്ടുണ്ട്. ഇവന് ഷോപ്പ് കണ്ടിട്ടില്ല. വൈകുന്നേരം രാവിലെ പോക്ക്. നിങ്ങൾ പറയേണ്ട മാസമുണ്ട്. പുള്ളിയാട്ടോ,
അപ്പം ഇവർക്ക് വരാത്തവരുണ്ടെങ്കിൽ വരിക കേട്ടോ, കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. എടാ എങ്ങനെയുണ്ടാ? അടിപൊളി അടിപൊളി നൈസായ. ബോട്ടി നമ്മുടെ പണ്ടേ വീക്ക്നെസ് ആയ സാധനമാണ്. പണ്ടേ വീക്ക്നെസ്, എനിക്കും അതെ വൈഫിനും അതെ. ഞങ്ങൾ ബോട്ടി കിട്ടിയാൽ വിടൂല. ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം. അപ്പോൾ പാപ്പളശ്ശേരി വരുന്നവര്, വയനാട് വരുന്നവര് പാപ്പളശ്ശേരിയൊക്കെ ഒന്ന് വന്ന് ബോട്ടിയൊക്കെ കഴിക്കുക. ഇതേപോലെ കുറെ സ്പോട്ടുകൾ വയനാട്ടിലുണ്ട്, പ്രത്യേകം ഉള്ള കടകളൊക്കെ വേറെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് പോവാണ്. ഞങ്ങൾ ഇറങ്ങിട്ടോ, ഞങ്ങള് വണ്ടി കയറി കുറച്ചിങ്ങനെ വന്നു. അവിടെ ചെറിയൊരു കശവിശയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചേട്ടൻ കള്ളു കുടിച്ചു അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ശരിയല്ലേ, കള്ളു കുടിച്ച ഭയങ്കര സീന്, കച്ചറ. ആ ചേട്ടന്റെ മേത്തുനിന്ന് ഒരഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ആ ചേട്ടന്റെ കച്ചറ മുഴുവൻ. ഈ കടക്കാരോട് കേസ് പിടിക്കുക. അവർ പറഞ്ഞു ആയിക്കോട്ടെ ഒന്നും ഫുള്ള് സീനില്ല. അവര് കടക്കാരൊരു മാന്യന്മാരായതുകൊണ്ട് കേസ് അവിടെ ഒഴിവായി. അത് ശരിയാടാ. അല്ലെങ്കിൽ ഇപ്പൊ അത് അടിയായനെ. ഞാൻ വിചാരിച്ച അടിയായിന്ന്. അങ്ങനത്തെ ഒരു ഇതിലേക്ക് ആയിരുന്നു. പക്ഷെ ആ കടക്കാരെന്ത് ചെയ്ത് മയത്തിൽ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു. കാരണം അവർക്കറിയാം ഈ ചെങ്ങായി കള്ളു കുടിച്ചിട്ടാണ് ഈ കേസ് പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ കള്ളു പിടിച്ച് കേസ് പിടിക്കുന്നവരോട് അധികം കേസ് പിടിക്കാൻ പോകാത്ത നല്ലത്. അത് ശരിയാ. ഇല്ല, ആദ്യം നമ്മളടുത്തേക്കാ വന്നേ സീറ്റ്, നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുക ചെയ്തേ. അവിടെ പുള്ളി പൂസായിട്ട് തന്നെ അങ്ങോട്ട് വന്നേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ എഴുന്നേറ്റ് കൊടുത്തു. അവിടെ ആ പ്രശ്നം നമ്മളും തീർത്തു. അത് തീർത്തു. നമുക്ക് വല്ല വിട്ടാലോ? എന്നാ വിടാ. പിന്നെ ലൊക്കേഷൻ കറക്റ്റ് വരുന്ന എവിടെയാന്ന് അറിയോ? നമുക്ക് പിന്നെ ബത്തേരിന്ന് വന്നിട്ട് മാനന്തവാടി റൂട്ട് നേരെ പാപ്പളശ്ശേരി. മാനന്തവാടി റൂട്ടല്ലോ. മാനന്തവാടി റൂട്ടാ ആണോ? മാനന്തവാടി റൂട്ടിൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ? ആ മാനന്തവാടി റൂട്ടിൽ നിന്നല്ല, മൂന്നാനക്കുഴിന്ന് പാപ്പളശ്ശേരി റൂട്ട് തരണം കേട്ടോ. ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അവിടെ ലൊക്കേഷൻ വരുന്നത് ഇവിടുന്ന് പാപ്പളശ്ശേരി ടൗണിൽ തന്നെയാ പോട്ടിക്കട വരുന്നത്. അങ്ങനെ പേരൊന്നുമില്ല, ഷോപ്പിന് പേരില്ല കേട്ടോ. മാപ്പിലൊക്കെ കൊടുത്തത് പാപ്പളശ്ശേരി പോട്ടിക്കട തന്നെയാണ്. അപ്പൊ ലൊക്കേഷനിൽ അടിച്ചാൽ കിട്ടും കേട്ടോ. അപ്പൊ നല്ല രാത്രിയായി. ഞങ്ങൾ ഇറങ്ങിയത് ഇച്ചിരി ലേറ്റ് ആയി പോയി, വേറെ കുറച്ച് പരിപാടി അതുകൊണ്ടാണ് പറ്റിപ്പോയത്. കുറച്ച് AC ആവാം അല്ലേ? കുറച്ച് AC ഇട്ടൊന്ന് എരിവൊന്നും പോട്ടെ. ഞാൻ പിന്നെ 20ന്റെ ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ടോ. എരിവത്തിരി ഉണ്ട്, കുറച്ച് എരിവ്. അല്ല പക്ഷെ കഴിക്കാം. കപ്പയ്ക്ക് പറ്റിയ സാധനമാണ്. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ഓ റൂട്ട് അടിപൊളിയായില്ലടാ. അപ്പൊ നമ്മള് മാത്രം റൂട്ടിലല്ലേ, വേറെ ആരും ഇല്ലല്ലടാ. അതാണ് ഈ വഴിന്റെ ഒരു പ്രത്യേകത. അവരാരും കാണൂല, പറ്റ കുറവാ. നല്ല തിരക്ക് കുറഞ്ഞ വഴിയാണ്. എൻജോയ് ചെയ്ത റൂട്ടും അല്ലേ? കുറച്ചും കൂടി എൻജോയ്മെന്റ് ആയ. ബൈക്കിനാകുമ്പോ കുറച്ചുകൂടി എൻജോയ്മെന്റ് ആയേനെ. നാളെ ചിലപ്പോ പനിച്ച് കിടന്നേനെ. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല, എന്താ വെച്ചാല് ഇതിലെ വണ്ടി തിരക്കൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് വരാം. അല്ലേ, പെട്ടെന്ന് എത്തും പാപ്പളശ്ശേരിയിലോട്ട്. രാത്രിയായി സമയം എന്തായി? സമയം ഏകദേശം 8 മണി അങ്ങനെ ഉണ്ടാവും. നമ്മളെപ്പോ വന്നാലേ ഇപ്പൊ വന്നാ രാത്രിത്തെ ഭംഗി വേറെ അല്ലേ കേട്ടോ. നല്ല മഴയും കൂടി ഉണ്ടായിരുന്നു, പൊളിച്ചേനെ. അത് ശരിയാടാ. എനിക്ക് മഴയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ ഒരു യാത്ര പോയി, ഞങ്ങള് മൺസൂൺ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര പോയി. ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ കർണാടക കയറി ആന്ധ്ര, അങ്ങനെ ഒറീസ വഴിയാ പോയത്. ആണോ? ജാർഖണ്ഡ്, ഒറീസ ഒക്കെ. എന്റെ അമ്മ പേരും മഴ. അടിപൊളി എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂടിയൊക്കെ പോകുമ്പോ ഫുള്ള് പേരും മഴ ഇങ്ങനെ പേര്. രാത്രിക്ക് ഉറങ്ങാനൊക്കെ വണ്ടിക്കകത്താണല്ലോ കിടക്കുന്നത്. രാത്രിക്ക് ഉറങ്ങാനൊക്കെ എന്നാ സുഖം സമയം. ഒരു ക്ഷീണമില്ല, ഒന്നുമില്ല. അങ്ങനെ നല്ല നൈറ്റ് ഒരു റൂട്ട് എങ്ങനെ ഉണ്ടല്ലേ? ഇടയ്ക്ക് 1-2 വണ്ടി വന്നാൽ അത്രേ ഉള്ളൂ. അതെ. അപ്പൊ വയനാട്ടിലോട്ട് വരുന്നവർ എന്തായാലും വിസിറ്റ് എന്തായാലും ഇവിടെ വന്നിട്ട് കേട്ടോ. ചെറിയ കോടയായി തുടങ്ങിയ അങ്ങോട്ടൊരു കോട പോലെ കാണുന്നുണ്ടല്ലോ. അതോ ഏതെങ്കിലും പുകയാണോ കോടയാണോ? കോട കേട്ടോ. കോട ഇറങ്ങി. നൈസ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി നേരെ മാനന്തവാടി റൂട്ടാണ് കേട്ടോ കാണുന്നത്. ഞാനൊന്നും റോട്ടിലേക്ക് കാണണ്ടോന്ന് അറിയില്ല. പല്ല് മാത്രം ഇല്ല, മോൻ കാണണ്ടാ. മോൻ ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പല്ല് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇനിയും നല്ല ഫുഡിന്റെ സ്പോട്ടുകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.